ലഹരി വാങ്ങാനുള്ള പണം നൽകാത്തതിന് അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയിരിക്കുന്നു. എന്തൊരു വാർത്തയാണിത്! അതും 20 വയസ്സുകാരൻ പയ്യൻ. അത് അവൻ തന്നെ പോലീസിനോട് പറഞ്ഞിരിക്കുക, ഞാനാണ് എൻ്റെ അമ്മയെയും മുത്തച്ഛനെയും കൊന്നതെന്ന്. അതിക്രൂരമായ ഈ കൊലപാതകം നടന്നത് ഓഗസ്റ്റ് 16-നാണ്. പക്ഷേ ഇപ്പോഴാണ് ഇവനെ പിടികിട്ടിയതെന്ന് മാത്രം. ലഹരി വാങ്ങാൻ വേണ്ടി 1,00,000 രൂപ തരുമോയെന്ന് അമ്മയോട് ചോദിച്ചു. അമ്മയുടെ പൈസ ഇല്ലായിരുന്നു, അമ്മ കൊടുത്തില്ല. വഴക്കായി. അമ്മ പോലീസിനെ വിളിച്ചു. പോലീസ് വീട്ടിൽ വന്നു. അവനെ കുറച്ച് വഴക്ക് പറഞ്ഞു. ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പോലീസ് പോയി. അതിൻ്റെ ഒരു ദേഷ്യമായിരുന്നു അവന് അമ്മയോടുണ്ടായിരുന്നത്. അങ്ങനെ അമ്മ വീണ്ടും പിറ്റേ ദിവസം പണിക്ക് പോയി. ആ സമയത്ത് മുത്തച്ഛൻ കിടന്നുറങ്ങുമായിരുന്നു. അവൻ്റെ മുത്തച്ഛൻ ആൻ്റണി എന്ന് പറഞ്ഞ്. ഈ ഉറങ്ങിക്കിടന്ന മുത്തച്ഛനെ അവൻ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നു. എന്തൊരു മകനാണവൻ! ഇവനെയൊക്കെ എന്തോരം കൊതിച്ചായിരിക്കും ചെറുപ്പത്തിൽ ആ മുത്തച്ഛൻ വളർത്തിയിട്ടുണ്ടാവുക. അങ്ങനെ താലോലിച്ച് വളർത്തിക്കൊണ്ട് വന്നതായിരിക്കും. പക്ഷേ മുത്തച്ഛനെ കൊന്ന ശേഷം പോയിട്ട് അവന് നല്ല വിശപ്പുണ്ടായിരുന്നു. അവൻ പോയിട്ടാണെങ്കിൽ ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കഴിച്ചു. എന്നിട്ട് അവൻ്റെ പണിക്ക് പോയ അമ്മയെ അവൻ തിരിച്ച് വിളിച്ചു വരുത്തി. ഇവിടെ വന്നപ്പോൾ അമ്മയ്ക്കിട്ട് ചുറ്റിക വെച്ച് അടിച്ചു. മരിച്ചില്ല. ഉളി വെച്ച് കുത്തി. മരിച്ചില്ല. എന്നിട്ടും മരിച്ചില്ലെന്ന് കണ്ട് അവൻ തലയണ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നു. ഇവനൊക്കെ ചെറുപ്പത്തിൽ ഒരു മുഖത്തൊരു തുണി വീണാൽ അമ്മ എന്തോരം പേടിച്ചിട്ടുണ്ടാവും, അവന് ശ്വാസം കിട്ടാതെ വരുമോയെന്ന് ഓർത്ത്. എന്തൊരു ക്രൂരമാണ് ഇതൊക്കെ! ഇത് ഇവൻ ചെയ്യുന്നതല്ല, ഇവൻ്റെ ദേഹത്തുള്ള അല്ലെങ്കിൽ ഇവൻ കഴിക്കുന്ന ലഹരി പ്രവർത്തിപ്പിക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം വിചാരിക്കുക. നിങ്ങളുടെ മക്കളോ, നിങ്ങളുടെ മക്കളെന്ന് തന്നെ പറയാം, മക്കൾ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അന്നേരം ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടാക്കുക. ഇതിന് വേണ്ട ചികിത്സ എന്താണെന്ന് നോക്കുക. അവർക്ക് അറിയത്തുണ്ടാവില്ല അവരെന്താ ചെയ്യുന്നതെന്ന്. നാളെ എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് കഴിഞ്ഞിട്ട് ഇവൻ്റെ അമ്മയുടെ ഫോണും മൊബൈൽ ഫോണും പിന്നെ ATM കാർഡൊക്കെ എടുത്ത് ഇവിടുന്ന് ഡൽഹിക്ക് പോയി. ഡൽഹി ചെന്നിട്ടാണെങ്കിൽ ഇവൻ അവിടെ ഒരു വീട്ടിൽ അനാഥനാണെന്നും പറഞ്ഞ് ജോലിക്ക് നിന്നു. പിന്നെ കുറച്ചാൾ അവൻ ഹോട്ടലിൽ നിന്നു. എന്ത് ചെയ്യാനാണ്, അവസാനം പോലീസ് പിടിച്ചു. പക്ഷെ നമ്മുടെ മക്കൾക്ക് ഈ ഗതി വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക.